നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വാ, എങ്ങോട്ടാ മോളെ? വാ. ദേ, ദേ, കണ്ടോ ആകാശത്ത് അനന്തകോടി നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളൊക്കെ ആരാണെന്ന മോൾക്കറിയോ? അറിയില്ലല്ലോ. അമ്മ ഇത്തരം കഥകളൊന്നും ഇതുവരെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അത് ശരിയാ, അതിനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അതാ അമ്മ ഒന്നും പറഞ്ഞുതരാതിരുന്നെ. കഥ കേൾക്കാൻ എനിക്ക് പണ്ടേ ഇഷ്ടം. അമ്മ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ദാ നോക്കിയേ, ആ കാണുന്നതെല്ലാം മരിച്ച മണ്ണടിഞ്ഞു പോയ മനുഷ്യരുടെ ആത്മാക്കളാ. ആ ആത്മാക്കളെല്ലാം ഭൂമിയിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്നതാ നമ്മൾ ഈ കാണുന്നത്. അപ്പോ നക്ഷത്രങ്ങളെല്ലാം മരിച്ചുപോയവരുടെ ആത്മാക്കളാണോ? അതെ അതെ, അവരെ ഭൂമിയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഓർമ്മകളൊക്കെ അയവിറക്കുന്നതാ. ചിരിക്കുന്ന മനുഷ്യരുടെ ആത്മാക്കൾ, വെളിച്ചം വിതറുന്ന നക്ഷത്രങ്ങൾ. നിന്നെയും ഇന്നു മുതൽ ഞാനൊരു നക്ഷത്രമാക്കാം. മീനാക്ഷി നക്ഷത്രം. അമ്മേ, ആ മൈഥിലിയുടെ തലകർക്കം മാറിയോ? ഇല്ല, അവള് കിടക്ക്. അടുത്ത് മാലതിയുണ്ട്. ദേ വാഴപ്പാടി തിരുമേനി, ഇദ്ദേഹം എന്താ ഈ നേരത്ത്? തിരുമേനി, അത്ഭുതമായിരിക്കുന്നല്ലോ. ഇതെന്താ ഇപ്പോ? തിരുമേനി ഇരിക്കാനൊന്നും പറ്റില്ല. ലേശം അപകടമുണ്ട് ഇവിടെ. അതാ ഞാൻ ഓടി വന്നത്. അപകടോ? എന്താ അപകടം? തിരുമേനി കാര്യം പറയൂ. എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം. അതെ, നിലവറയിൽ വിളക്ക് കൊളുത്തിയോ? ഉവല്ലോ, നിലവറയിലെ നന്ദിനി ദീപം കൊളുത്തിയല്ലോ. ഇല്ല, നിലവറയിൽ ഇതുവരെ ദീപം തെളിഞ്ഞിട്ടില്ല. ഇല്ലേ? നമഃ ശിവായ, ഓം 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 നമഃ ശിവായ. അശുഭലക്ഷണങ്ങൾ അനവധിയായിട്ട് കാണുന്നുണ്ട്. ഇനി എന്ത് അത്ഭുതങ്ങളാ തിരുമേനി വരാനിരിക്കുന്നത്? ധർമ്മശാസ്താവല്ലേ തുണയായി നിൽക്കുന്നത്? ശാസ്താവിന്റെ ഭസ്മം എല്ലാവരും തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടുണ്ടല്ലോ. ഭസ്മം തൊടാത്തവരാരെങ്കിലും ഈ വീട്ടിലുണ്ടോ? ഭസ്മം തൊടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആപത്താണ്. നീലാകാശം നിറയെ നക്ഷത്രങ്ങൾ, മിന്നുന്ന താരകങ്ങൾ. ദേ, താഴേക്ക് നോക്ക്. ഇപ്പൊ ഇരുട്ട്. ഒരു നക്ഷത്രം മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീണാൽ എന്ത് സംഭവിക്കും? നക്ഷത്രങ്ങൾ അങ്ങനെ മിന്നിപ്പൊലിഞ്ഞ് താഴേക്ക് വീഴും അമ്മേ? വീഴും. ഉൾക്കകൾ വീഴുന്ന പോലെ വീഴും. നീ താഴേക്ക് വീണ് കത്തി അമരാൻ പോകുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.